ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് എൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻറ്റിൻ്റെ കൂടെയാണ്. അപ്പം ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, അപ്പം ആളെന്ന് പരിചയപ്പെടുത്താം ഞാൻ. ഓക്കെ സ്റ്റീവൻ, നമ്മളിപ്പം വയലിൻ പഠിക്കുമ്പോൾ എത്ര സമയമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇപ്പം നോർമലി സ്റ്റീവൻ എത്ര ടൈം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഒരു ദിവസത്തിൽ 1 hour. ഓക്കെ, 1 hour. അത് സ്കെയിൽസൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? സ്കെയിൽസ് വായിക്കുന്ന പീസിൻ്റെ സ്കെയിലൊക്കെ വായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വയലിൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരോടൊക്കെ പറയണ്ടേ? പ്രാക്ടീസ് ചെയ്യുന്നതിന് എത്ര നേരം പ്രാക്ടീസ് ചെയ്യണം? നോർമൽ ഒരു ബിഗിനർ 30 minutes 45 minutes ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം അല്ലേ? സ്റ്റീവൻ എത്ര വർഷമായി ഇപ്പം വയലിൻ പഠിക്കുന്നത്? ഓൾമോസ്റ്റ് 3 വർഷമായി. ഓക്കെ, നമ്മൾ വയലിൻ പഠിക്കുമ്പോൾ നമ്മൾ സോങ് ആണ് ആദ്യം പഠിക്കേണ്ടത് അതോ നമ്മൾ പഠിച്ചേക്കുന്നത് നൊട്ടേഷൻസ് ആണല്ലേ? നൊട്ടേഷൻ പഠിച്ചു. അപ്പം നൊട്ടേഷൻ പഠിക്കുമ്പോൾ അപ്പം നമ്മൾ കൂടുതലും സ്കെയിൽസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കൂടുതലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്കെയിൽസ് ആണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതോ സോങ്സ് ആണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതോ പീസസ് ആണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ആദ്യം സ്കെയിൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പറയുന്ന പീസൊക്കെ വായിച്ചിട്ട് പിന്നെ സോങ്സിന് പോയാൽ മതി. ഓക്കെ, ഇപ്പം ഏത് ലെവലിലാണ് ഇപ്പം ശിവൻ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഗ്രേഡ് ഇപ്പം നമ്മുടെ ഹണിമാൻ ട്യൂട്ടറിൻ്റെ ഏറ്റവും അവസാനത്തെ ഗ്രേഡാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ലെവൽസാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് അല്ലേ? ഈ ഒരു ലെവൽസിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ എന്താ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? പഠിക്കുന്നവർക്ക്, വയലിൻ പഠിക്കുന്നവർക്ക് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്? പ്രാക്ടീസ്.